Watch India's largest kids library only on Jio Hotstar. Download the app now. കൊള്ളാം ഡോക്ടർ ജട്ക, നിങ്ങൾ എത്ര മനോഹരമായ സ്ഥലത്തേക്കാണ് ഞങ്ങളെ കൊണ്ടുവന്നത്. ഡോക്ടർ സാർ നമസ്കാരം. വളരെയധികം സന്തോഷമുണ്ട് നിങ്ങൾ ഇവിടെ കറങ്ങാൻ വന്നതിന്. അതെ ചേട്ടാ, നിങ്ങൾക്കും ഈ ഡോക്ടർ സാറിനെ പരിചയമുണ്ടോ? അതെ, ഇത് നമ്മുടെ ചങ്ക് സുഹൃത്താ. എന്റെ ചങ്ക ഇപ്പൊ ആരോഗ്യം എങ്ങനെയൊക്കെ ഉണ്ട്? പഴയതിനേക്കാൾ വളരെ മോശമാണ്. നേരത്തെ കണ്ടപ്പോ ഞാനൊരു മരുന്ന് എഴുതി തന്നില്ലായിരുന്നു, അത് കഴിച്ചോ താങ്കള്? ഇല്ല, മരുന്നിന്റെ പേപ്പർ ഞാൻ എങ്ങനെ കഴിക്കാനാ? ഞാനത് ഉദ്ദേശിച്ചത് നീ അത് മേടിച്ചോന്നാ. അതെ, നിങ്ങൾ തന്നു, ഞാൻ അതങ്ങ് മേടിച്ചു. എടാ മരമണ്ടോ, നീ മരുന്ന് കുടിച്ചോന്നാ ഞാൻ ചോദിച്ചേ. ഇല്ല ഡോക്ടർ സാർ, മരുന്ന് ചുവന്ന നിറമായിരുന്നു. എടോ കഴുതേ, താൻ ആ മരുന്ന് കഴിച്ചായിരുന്നോന്ന്? അല്ല സാർ, എന്റെ പേര് എടോന്നല്ല, പീലിയ എന്നാണ്. ദൈവത്തോർത്ത് ഇവിടുന്ന് പോ, ഇവൻ എന്നെ ഭ്രാന്ത് പിടിപ്പിക്കുന്ന തോന്നുന്നത്. ചേട്ടന്മാരെ, നിങ്ങളുടെ മുമ്പിൽ വെച്ചല്ലേ ഇയാൾ എന്നെ തല്ലിയത്, എന്നിട്ട് നിങ്ങൾ കണ്ടോണ്ട് നിൽക്കുന്നോ? ഞാൻ മാർജിയോട് പോയി എല്ലാം പറഞ്ഞു കൊടുക്കും. അല്ല, അയാളെന്താ അങ്ങനെ സംസാരിച്ചിട്ട് പോയേ? മുമ്പ് എന്നെ പരിചയമുള്ളത് പോലെ. എന്താ ചേട്ടാ, നിങ്ങൾ എവിടെയൊക്കെ പോയി ഞാൻ അന്വേഷിക്കണം? നിങ്ങൾ എവിടെ നിൽക്കുവാണോ? എന്നാ പിടിച്ചോ നിങ്ങളുടെ 5000 രൂപ. സോറി, കുറച്ച് വൈകിപ്പോയി. എനിക്കറിയായിരുന്നു നിങ്ങൾ പോലീസിനടുത്ത് എന്ന് കംപ്ലൈന്റ് കൊടുക്കാനായിരുന്നു ഉദ്ദേശമെന്ന്. ഇനി എങ്ങാനും ഞാൻ കാശ് തരാണ്ട് ഓടിപ്പോയാ എന്നെ ജയിലിലിടാനുള്ള പരിപാടിയായിരുന്നു. നിങ്ങൾ ആരാ ചേട്ടാ? എനിക്ക് നിങ്ങളുടെ പൈസയൊന്നും വേണ്ട. ഇല്ല, അങ്ങനെയൊന്നും പറയരുത്. ഈ പൈസ നിങ്ങൾ എന്തായാലും വാങ്ങിച്ചേ പറ്റൂ. ഞാൻ മേടിക്കില്ല. എന്നെ എന്തിനാ തല്ലുന്നേ? അവസാനം എന്നെ പോലീസിൽ പിടിച്ചു കൊടുക്കാനുള്ള പരിപാടിയില്ലേ? എന്നാ പിടിച്ചോ. 5000 രൂപയാ കിട്ടിയത്. വരൂ, നമുക്ക് പാർട്ടി നടത്താം. ഞാൻ ആർക്കും പാർട്ടി ഒന്നും തരില്ല. ഈ പൈസ ഞാൻ അയാൾക്ക് തന്നെ കൊടുത്തിട്ട് വരാം. നീ മര്യാദക്ക് വീട്ടിൽ നിന്ന് പൊക്കോ, ഇപ്പൊ തന്നെ പൊക്കോ. നീ ആ ശർമ്മയ്ക്ക് കൊടുത്ത 5000 രൂപ തിരിച്ചു വാങ്ങിച്ചോണ്ട് വരാതെ ഇനി നിന്നെ ഞാൻ ഈ വീട്ടിലേക്ക് കയറ്റുന്ന പ്രശ്നമേ ഇല്ല. ആ ശരി, ആ പൈസ മേടിക്കാതെ ഒരിക്കലും ഞാൻ ഇനി തിരിച്ചു വരില്ല. അവിടെയാണ് പുറത്തേക്ക് പോകാനുള്ള വഴി. ഇത് കണ്ടോ, മത്തുല് നേരത്തെ വന്ന് ഇവിടെ ഇരിപ്പുണ്ട്. നീ ഇവിടെ എപ്പോഴാ എത്തിയത്? ഇപ്പളാ വന്നേ. നിങ്ങളൊക്കെ ആരാ? ഓ എന്റെ ചങ്ക്, എന്റെ ബ്രോ, പൈസ മുഴുവൻ ഒറ്റയ്ക്ക് തിന്നു തീർക്കാനല്ലേ പരിപാടി? ഏത് പൈസ? നിന്റെ നാടകമൊക്കെ മതിയാക്ക്, ഇല്ലെങ്കിൽ 5000 ഞാൻ കുത്തിരി പിടിച്ചു. ഏത് 5000 രൂപ? നിങ്ങൾക്ക് എന്താ തലയ്ക്ക് സുഖമില്ലേ? ഇവന്റെ പോക്കറ്റ് ആദ്യം ആ കാശ് അങ്ങോട്ട് എടുക്ക്. കാശ് കിട്ടിയപ്പോ ഇവന്റെ കൂട്ടുകാരെ പോലും വേണ്ടെന്നായി.
എന്തൊക്കെയാ ചെയ്യുന്നേ? എന്നെ ഒന്ന് താഴെ ഇറക്ക്. ഞാൻ എന്ത് ചെയ്തിട്ടാ? ആ, 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 അമ്മേ. ഒരു 5000 രൂപയ്ക്ക് വേണ്ടി നിനക്ക് ഞങ്ങളെ പോലും വേണ്ടതായോ? എന്നിട്ട് ഞങ്ങളെ കാണുമ്പോ മോഡ് രക്ഷപ്പെടാൻ നോക്കുന്നു. ഇതെന്താ വരുന്നവനും പോകുന്നവനൊക്കെ എന്നെ പിടിച്ചടിക്കുന്നത്? ആദ്യം ആ പുള്ളിക്കാരൻ അടിച്ചു, ഇപ്പൊ ഇതാ നിങ്ങളെ പിടിച്ചടിക്കുന്നു. ഓ പത്തു എന്റെ ചങ്കേ, നീ കരയണ്ട. വാ നമുക്ക് ആ ഹോട്ടലിലേക്ക് പോകാം. ചെലവീതാ മതി. ഞാൻ എങ്ങോട്ടും വരുന്നില്ല. എന്റെ വീട്ടിലേക്ക് തന്നെ ഞാൻ തിരിച്ചു പോവാ. ഇവിടെ എങ്ങോട്ട് തിരിഞ്ഞാലും മടിയാ. ഹേയ് ശർമ്മ, 1 വർഷമായി നീ എന്റെ കയ്യിൽ നിന്ന് 5000 രൂപ മേടിച്ചിട്ട്. ഇന്ന് തന്നെ എനിക്കത് തിരിച്ചു വേണം. ഇന്ന് രാവിലെയല്ലേ ഞാൻ നിങ്ങൾക്ക് തിരികെ തന്നത്? എന്ത്? ഇന്ന് രാവിലെ തന്നെന്നോ? ഇത്രയും വലിയൊരു നുണയോ? അങ്ങനെ നുണ പറഞ്ഞ് നിനക്ക് രക്ഷപ്പെടാനൊന്നും പറ്റില്ല. ഞാൻ ഇന്ന് പൈസ മേടിച്ചിട്ടേ പോകൂ. നീ ഇവിടെ വന്ന് നിൽക്കുകയായിരുന്നോ? ഞാൻ എവിടെയെല്ലാം നോക്കി. ദേഷ്യത്തിൽ എന്തോ പറഞ്ഞു എന്ന് വെച്ച് വീട് വിട്ടു പോകുകയാണോ വേണ്ടത്? നമുക്ക് വീട്ടിലേക്ക് പോകാം, വരൂ. നിങ്ങൾ ആരാ? ഞാൻ ഇതിനു മുമ്പ് കണ്ടിട്ടില്ലല്ലോ. എന്നെ നിനക്ക് അറിയില്ലടാ. എന്റെ ചക്കരേ, എന്റെ മുത്തേ, എന്റെ ചക്കര കുട്ട, എന്റെ പൊന്നെ, നിനക്ക് എന്നോടുള്ള ദേഷ്യം ഇതുവരെ മാറിയില്ലേ? നിന്റെ അമ്മയെ കൂടെ മറന്നുപോയോ ടക്ലു? അല്ല, നിങ്ങൾ എന്തൊക്കെയാ ചെയ്യുന്നേ? ഞാൻ പറയുന്നൊന്ന് കേക്ക്. ആ, ഞാൻ നിങ്ങളുടെ ചക്കരയും മുത്തും പൊന്നും വാവയൊന്നും അല്ല. ആ, 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 ഓഹോ, ഈ. എവിടെ പോയ ഇവിടെയും കാണുന്നില്ലല്ലോ. ടക്ലു മോനെ, കഴിക്കി, പെട്ടെന്ന് കഴിക്കി. ഞാൻ നോക്കട്ടെ നിന്നെ കൊണ്ട് കഴിപ്പിക്കാൻ പറ്റുമെന്ന്. മതി, ഇനി എനിക്ക് കഴിക്കാൻ പറ്റില്ല. ഇനി വേണോ? ഇന്നാ കഴിക്കി, ഒരെണ്ണം കൂടി. എന്റെ ടക്ലു ഒരു ദിവസം കൊണ്ട് എത്ര ക്ഷീണിച്ചു പോയി. ഇനി ഒന്നും കഴിക്കാൻ പറ്റില്ല. ഒന്ന് നിർത്ത്. ഞാൻ നിങ്ങളുടെ മോനൊന്നും അല്ല. ഞാൻ നിങ്ങൾ വിചാരിക്കുന്ന പോലെ നിങ്ങളുടെ ടക്കലും അല്ല, അല്ല, അല്ല. ഞാൻ ടക്കലും അല്ല, അല്ല, അല്ല. പത്ലു, ഇനി നീ എങ്ങോട്ട് ഓടി രക്ഷപ്പെടും? ഞാൻ പത്ലു അല്ല, ഞാൻ പത്ലു അല്ല, ഞാൻ പത്ലു അല്ല. അല്ല, എന്റെ ശബ്ദത്തിന്റെ എക്കോ എങ്ങനെ തെറ്റായി വരുന്നേ? ഞാൻ നിങ്ങളുടെ ടക്കലു അല്ല, ഞാൻ നിങ്ങളുടെ പത്ലു അല്ല. ഇതെന്റെ മോന്റെ ശബ്ദമാണല്ലോ. ഇത് എവിടെന്നാ? ഇത് പത്ലുവിന്റെ ശബ്ദമാണല്ലോ. അമ്മേ, ഇത് കണ്ടോ? ഈ ആൾക്കാർ എന്നെ പത്ലു പത്ലു എന്ന് പറഞ്ഞ് ശല്യം ചെയ്യാ. അല്ല, നീ ആരാ? നിന്നെ കാണാൻ എന്നെ പോലെ ഉണ്ടല്ലോ. ഓ, അപ്പൊ നീ കാരണമാണ് എനിക്ക് രാവിലെ മുതൽ അടി കിട്ടുന്നല്ലേ? ആ, നീ കാരണോ എനിക്കും അടി കിട്ടുന്നത്. എന്നോട് ക്ഷമിക്കൂ മോനെ. നീ എന്റെ മകനാണെന്ന് വിചാരിച്ച ഞാൻ ഇങ്ങനെയെല്ലാം ചെയ്തത്. ഞാൻ സ്വപ്നത്തിൽ പോലും കരുതിയില്ല രണ്ടുപേരുടെ മുഖം ഇത്രയ്ക്ക് സാമ്യതയുണ്ടാകുമെന്ന്. അതാ പഴയ ആൾക്കാര് പറയുന്നേ, ഒരാളെ പോലെ 7 പേരുണ്ടാകുമെന്ന്. അല്ലേ പത്ലു? വരൂ മോനെ, അകത്തേക്ക് വരൂ. എല്ലാവരും വരൂ, ഭക്ഷണം കഴിച്ചിട്ട് പോകാം. വേണ്ട വേണ്ട, ഇന്ന് വേണ്ട. ഇന്ന് എന്തായാലും കഴിച്ചതും കുടിച്ചതും കിട്ടിയതൊക്കെ വയറ് നിറഞ്ഞു. വേറൊരു ദിവസം വരാം. ടക്കലു, ഇന്നാ പിടിച്ചോ നിന്റെ 5000 രൂപ. നീയാണെന്ന് തെറ്റിദ്ധരിച്ച് അയാള് എന്റെ കയ്യിൽ കൊണ്ടുവന്ന് തന്നു. ഓ, ഞാനും അയാളെ ഒരുപാട് തെറ്റിദ്ധരിച്ചു പോയി. താങ്ക് യു പത്ലു. അപ്പൊ ശരി മോനെ, ഇത് നിന്റെ കൂടെ വീടാണ്. എപ്പോ നിനക്ക് തോന്നുന്നു അപ്പൊ വരാം. വരൂ, നമുക്കിനി എവിടെയെങ്കിലും പോയി വല്ലത് കഴിക്കാം. ഭയങ്കര വിശപ്പെന്ന്.
ദേ നോക്ക് ടക്കലു, അവൻ എന്റെ കയ്യിൽ നിന്ന് പൈസ വാങ്ങിച്ചിട്ട് വീണ്ടും വന്ന് ചോദിക്കുന്നു. വിടരുതാവന്മാരെ, പോയി അടിക്ക്. ഓടിക്കോ, ഇവിടെ ഭക്ഷണം കിട്ടില്ല. ഭക്ഷണത്തിന് പകരം അടിയാ കിട്ടുന്നത്. Watch India's largest kids library only on Geo Hotstar. Download the app now.